ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡിന്നർ സമയത്തൊക്കെ എന്നും ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണം പുതുമ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാനും പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു സേമിയ മുട്ട ബിരിയാണിയാണ് ചെയ്യുന്നത്, ചിക്കനൊന്നും ഇല്ലാത്ത സമയത്ത്. എന്നാൽ ഏകദേശം ഒരു ബിരിയാണി ടേസ്റ്റിൽ കഴിക്കാനും പറ്റും. പിന്നെയെന്ന് വെച്ചാൽ വളരെ എളുപ്പമുള്ളൊരു രീതിയിലും കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1.25 കപ്പ് സേമിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കാം. ഒരുപാട് കളർ മാറി ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്നങ്ങ് വറുത്തെടുത്താൽ മതി കേട്ടോ. അത്യാവശ്യത ഇതുപോലെ ഒന്നങ്ങ് വറവായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവില്ല, അതായത് സേമിയ വെന്തിട്ട് നമ്മൾ വെള്ളം ഊറ്റി കളയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാലും സേമിയത്തിനേക്കാൾ ഒരു ഇരട്ടി എന്നുള്ള രീതിയിൽ വെള്ളം നിന്നോട്ടെ കേട്ടോ, അല്ലെങ്കിൽ വെന്ത് വരുന്ന സമയത്ത് ഒരു ഒട്ടൽ കൂടുതലായിരിക്കും. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് മതി കേട്ടോ. അതിൽ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതാ നോക്കുന്ന സമയത്ത് ഈ ഒരു വേവ് മതി. അതിൽ കൂടിക്കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടി പോകും, അപ്പോൾ ഒരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് തിളച്ച് കഴിഞ്ഞ് 3 മിനിറ്റ് ആയാലും ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് അതിലെ വെള്ളം ഒന്ന് അരിച്ചു മാറ്റിക്കളയാം. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മേലെ കൂടെ ഇത്തിരി പച്ചവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ വെള്ളം മാറ്റിയിട്ടങ്ങ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സവാള ചെറുതായതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്, വലുതാണെന്നുണ്ടെങ്കിൽ 1 തന്നെ മതിയാകും. ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചോപ്പർ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ച് പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ സവാളയുടെ കൂടെ ആദ്യം തന്നെ ഇടാത്തതെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സവാളയുടെ കൂടെ എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സവാള നല്ല പൊടിയായി പോകും. അപ്പോൾ പാകത്തിന് കിട്ടാൻ ഇത് നല്ലതായിരിക്കും. അപ്പോൾ അത് റെഡിയാക്കിയിട്ടൊരു സൈഡിലേക്ക് വെക്കുക. പിന്നെ എടുത്തിട്ടുള്ള ആ ഒരു തക്കാളിയുടെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളിയൊക്കെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ആദ്യം സവാള വഴന്ന് വന്നിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ പിന്നെയാണ് ചേർക്കുന്നത്. ഇതെന്ന് പറയുമ്പം എളുപ്പപ്പണിയാണ് കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഫൈനായിട്ട് നല്ല ചോപ്പ് ചെയ്തെടുത്തല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ആയിക്കോളും. ഈ സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ അത്യാവശ്യം നല്ലോണം ഒന്ന് വഴന്ന് വന്നോട്ടെ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വേഗം ആയി കിട്ടിക്കോളും. ഇനി നിങ്ങളിപ്പോൾ ചോപ്പറിലല്ല, അല്ലാതെ കുറച്ച് വലുതൊക്കെ ആയിട്ടാണ് ഉള്ളി മുറിച്ചത് എന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത്യാവശ്യത ഇതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ടൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബിരിയാണി മസാലയാണ് കേട്ടോ, ഒരു 1 to 1.5 ടീസ്പൂൺ വരെ ആകാം. അതായത് നമ്മുടെ മസാലയുടെ ഫ്ലേവർ അനുസരിച്ചിട്ട് ഇട്ടിട്ട് മിക്സ് ആക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ഇത്തിരി വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര മസാലപ്പൊടികളേ ഉള്ളൂ. മല്ലിപ്പൊടി അല്ലെങ്കിൽ മുളക് പൊടി കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ നമ്മൾ ബിരിയാണിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഏകദേശം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് പച്ചമണം മാറാൻ വേണ്ടി നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. മിക്സാക്കി നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. തൈര് കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ബിരിയാണിയുടെ മണം കറക്റ്റ് കിട്ടിക്കോളും. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി സോയ സോസും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സോസ് കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സാധാരണ ആ ഒരു മസാല ആക്കിയിട്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ലാസ്റ്റ് ഒരു ഇത്തിരി 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് മുറിച്ചതും കുറച്ച് പുതിനയിലയും കൂടി ഇട്ടിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയത് കണ്ടോ, നല്ല ഉഷാറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല ഫൈനായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണെങ്കിൽ കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ച് വഴന്ന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയൊക്കെ വേറെ തന്നെ വഴറ്റിയെടുക്കണേ. ഇനി നമ്മൾ ഈ ഒരു മസാലക്കൂട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒന്നങ്ങ് ചൂടായി വരുന്ന സമയത്ത് പിന്നെ മൊത്തത്തിൽ അങ്ങ് ഇളക്കി കൂട്ടിയെടുക്കുക. നല്ല ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലോണം അങ്ങ് ഇളക്കി മിക്സാക്കി എടുത്ത് പാകത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ നമ്മളിത് മസാലയും കൂടെ കൂട്ടിയിട്ട് അങ്ങ് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഒരു എഗ് ബിരിയാണി പോലെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ്.
ഇപ്പോൾ ഒരു മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതുകൂടെ ചെറുത് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1.25 കപ്പ് സേമിയ ഈ ഒരു ഉള്ളി തക്കാളി മസാലയിലേക്ക് കറക്റ്റ് അളവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സേമിയയുടെ അളവ് കൂട്ടുന്നുണ്ടെങ്കിൽ മസാലയൊക്കെ എടുക്കുന്ന ഉള്ളിയും തക്കാളിയുടെ ഒക്കെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇതുപോലെ ഒന്നങ്ങ് നല്ല തീയിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി ചൂടാക്കി എടുത്താൽ സംഭവം റെഡിയാകും. ഒരു മിനിറ്റ് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. എന്നാലാണ് ആ സേമിയയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. അടുത്തതിന് ഒരു പാനിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. തീക്ക് ചൂട് കൂടി എണ്ണ ചൂട് കൂടിയാൽ മുളക് പൊടി വേഗം കരിഞ്ഞു പോകും കേട്ടോ, ടേസ്റ്റ് മൊത്തത്തിൽ മാറും. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ട പുഴുങ്ങിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് വരയിട്ടിട്ട്. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നല്ലോണം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ആ ഒരു സേമിയ സെർവ് ചെയ്യുന്ന സമയത്ത് പുഴുങ്ങിയ മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് മതി, കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലുമായിരിക്കും. അപ്പോൾ അത് ഇതുപോലെ നല്ലോണം അങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ തീയിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പൊടി. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സേമിയയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അതല്ല, സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഈ ഒരു സേമിയ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ മസാല കാര്യമായിട്ടില്ലേ എന്നുള്ളത് കേട്ടോ. കറക്റ്റ് ഉണ്ടാവും, കാരണം മുളക് പൊടി ഇടാത്തതുകൊണ്ടാണ് ആ ഒരു കളർ കറക്റ്റ് ഇല്ലാത്തത്. നമ്മളൊരു ബിരിയാണി പോലെയൊക്കെ ആക്കിയതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ഇത്തിരി മല്ലിയിലയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടോടുകൂടെ സെർവ് ചെയ്താൽ മതിയാകും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. വല്ലപ്പോഴും ഒക്കെ ഒരു വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സേമിയ വാങ്ങി കുറേ ബാക്കിയൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ, എന്നാൽ അധികം മധുരമൊന്നും ഇല്ലാത്തൊരു ഐറ്റം ഉണ്ടാക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഡിന്നർ സമയത്തൊക്കെ ഒരു വെറൈറ്റിയിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി കൂടിയാണിത്. നമ്മളിപ്പോൾ ചെയ്ത പോലെ സവാളയും തക്കാളിയൊക്കെ ഒന്നിച്ചിട്ട് ചോപ്പ് ചെയ്ത് വഴറ്റിയിട്ട് ഉണ്ടാക്കുകയാണ്, പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും കേട്ടോ. ഒരു 1-2 ആൾക്കൊക്കെ സുഖമായിട്ട് കഴിക്കാനുള്ള അളവുണ്ടാവും. സേമിയ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് കഴിക്കൊന്നുമില്ലല്ലോ. പിന്നെന്ന് വെച്ചാൽ ഏകദേശം ഒരു ബിരിയാണിയുടെ രുചി മണമൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ. കറക്റ്റ് ബിരിയാണി അല്ല, എന്നാലും നമ്മളെപ്പോഴും സാധാരണ സേമിയ ഉപ്മാവൊക്കെ ഉണ്ടാക്കി കഴിക്കലുണ്ട്. പക്ഷേ ഒരു ഇത്തിരിയും കൂടെ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി ഐറ്റം തന്നെയാണിത്. അപ്പോൾ പുതുമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്